കടക്കുന്നത് ധർമ്മസ്ഥലയിലേക്ക് തന്നെ. ഇന്നും മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരും. 13ാം പോയിന്റിലാണ് ഇന്ന് പരിശോധന. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. സംഭവത്തിൽ ഒടുവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സംഭവം നടക്കുമ്പോൾ പോലീസ് ഒരുപാട് സമയം കഴിഞ്ഞാണ് ഈ സ്ഥലത്തേക്ക് തന്നെ എത്തിയത്. 5 മാധ്യമപ്രവർത്തകരെയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. KV ബൈജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബൈജു, വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 കേരളം ഉൾപ്പെടെ മാധ്യമങ്ങളൊക്കെ കടന്നു പോകുന്നത് വലിയ ഭീഷണിയിലൂടെയാണ്. പലരും വാർത്ത കവർ ചെയ്യേണ്ട എന്ന് തന്നെ തീരുമാനിച്ച് തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ആ തരത്തിലുള്ള ഭീഷണി, ആ തരത്തിലുള്ള അക്രമം ഇത് ഒരു വശത്ത് നടക്കുകയാണ്. ഇത് നടക്കുന്നതിനിടയിൽ മറുവശത്ത് പരിശോധന നടക്കുന്നു. ഈ പരിശോധന വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനകളിലെല്ലാം തന്നെ. അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില ഘട്ടങ്ങളിലേക്ക് ഈ തവണ കടക്കുന്നു എന്നത് കൊണ്ടുകൂടിയാണോ വലിയ തരത്തിലുള്ള പ്രകോപനം മറുവശത്തു നിന്നുണ്ടാകുന്നത്? ഏത് തരത്തിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ബൈജു? അപർണ, ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം വരുന്നുണ്ട്. വളരെ ഗൗരവമുള്ള വിവരമാണ്. ഈ സംഭവം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറാൻ പോകുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. അന്വേഷണം വളരെ ഊർജിതമായി തന്നെ തുടരും. ഏതായാലും SITയുടെ അന്വേഷണം അത് വളരെ പ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏറ്റവും പുതിയ വാർത്തയാണിത്. തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിലെ പരമ്പരാ സംഭവം കേസ് കൈമാറാൻ പോകുന്നു. ഉടൻ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഏതായാലും ഈ വാർത്തയിലേക്ക് ഇപ്പോൾ നിലവിലെ അവസ്ഥ വന്നാൽ ഇതിപ്പോൾ 13ാം പോയിന്റാണ് അപർണ. ഇവിടെയാണ് ഇന്ന് പരിശോധന നടക്കേണ്ടത്. കഴിഞ്ഞ ദിവസം 13ാം പോയിന്റിൽ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് പരിശോധന നടത്തേണ്ടിയിരുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായി വനത്തിനകത്തേക്ക് പരിശോധന നടത്തുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ ഇത് ഒരു വലിയ സ്ഥലമാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരു ചെറിയ ഭാഗം മാത്രം ഇത്തരത്തിൽ റിബൺ കെട്ടി മാർക്ക് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് വലിയ ഒരു സ്ഥലമാണ്. കാരണം ഇത് സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ കൂടുതൽ പേരുടെ മൃതദേഹം ഇത്തരത്തിൽ കൊടിച്ചിട്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം കൂടിയാണ്. മാത്രമല്ല ഇവിടെ ഒരു 6ഓളം സാക്ഷികൾ കൂടി ഈ സംസ്കാരം നടത്തുന്നത്, ഇവിടെ ഈ ശുചീകരണ തൊഴിലാളി സംസ്കാരം നടത്തുന്നത് കണ്ടു എന്ന് പറയുന്ന 6ഓളം സാക്ഷികൾ കൂടി SITക്ക് മുൻപിൽ വന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഇതൊരു 3 ദിവസമായി ഇവിടെയുള്ള പരിശോധന മാറ്റിവെക്കുന്ന ഒരു പക്ഷേ കൂടുതൽ സംവിധാനങ്ങൾ, അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇവിടെ എത്തിക്കാനുള്ള ഒരു സാധ്യത ഇന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ പരിശോധന നീണ്ടുപോയത്. ഇത് കാരണം 3 ദിവസം മുമ്പേ നടത്തേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. കൂടുതൽ പരിശോധന നടത്തണം. പ്രത്യേകിച്ച് ഈ JCB ഉപയോഗിച്ചുള്ള പരിശോധന ഇവിടെ പ്രായോഗികമല്ല. കാരണം തെളിവുകൾ നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇന്ന് എത്തിക്കുമെന്നൊക്കെ നമുക്ക് സൂചനകൾ ലഭിച്ചിരുന്നു. ഒരു പക്ഷേ അതിനു വേണ്ടിയായിരിക്കും SIT കാത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നേക്കാം. നിലവിൽ പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് പോയിന്റ് 3 അത് വനത്തിനകത്താണ്, നമുക്ക് ക്യാമറ കണ്ണുകളിലൊന്നും പെടാത്ത ഒരു സ്ഥലമാണ്. അവിടെ നിന്നും കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. 3 തലയോട്ടികളാണ് അവിടെ നിന്ന് ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. SITയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബൈജു, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് SIT അന്വേഷിക്കുന്നു. അന്വേഷണം വളരെ നിർണായക ഘട്ടത്തിലേക്ക്. അപ്പോഴും ഈ സത്യം പുറത്തുകൊണ്ട് വന്നവർക്കെതിരെ വരെ ആക്രമണം നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇത് ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കിടക്കണം. ആ തരത്തിലേക്കാണോ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിവരം? തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് അതേത് തരത്തിലാണ് ഈ കേസ് ഏൽപ്പിക്കാൻ കഴിയുക? അതിൻ്റെ ഒരു നിയമവശം അടക്കം അത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? അപർണ, അതിൽ കൃത്യമായ വിവരങ്ങൾ നമ്മൾക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണിത് തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറുമെന്ന്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത് തരത്തിൽ ആരായിരിക്കും അന്വേഷിക്കുക? ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുക എന്നാണ് അറിയുന്നത്. കാരണം SITയുടെ റിപ്പോർട്ട് ഇന്നലെയാണ് ഇത്തരത്തിൽ സിദ്ധരാമയ്യക്ക് DGP കൈമാറിയത്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അത് ഇതിൻ്റെ SITക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കറിയാം, പല പരിശോധനകൾക്കും പരിമിതി
പരിമിതിയുണ്ട്. എങ്ങനെയാണ് ഇത് തീവ്രവാദ വിഭാഗത്തിൽ പെടുന്നത്? അത് വളരെ പ്രധാനമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച നമുക്ക് കൂടുതൽ വ്യക്തത വരാം. തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് എങ്ങനെയാണ് കേസ് എടുക്കുക? അത് പക്ഷേ ഏതായാലും കേന്ദ്ര ഏജൻസി ഈ കേസ് ഏറ്റെടുക്കും. അതിൽ നമുക്ക് ഏകദേശം സ്ഥിരീകരിക്കാം. ഈ നിമിഷത്തിൽ പറയുന്നത് നമ്മളടക്കം കൊണ്ടുവന്ന വാർത്തയുടെ ഒരു ഇമ്പാക്ട് തന്നെയാണ് എന്ന് തന്നെ പറയണം. കേന്ദ്ര ഏജൻസി നേരിട്ട് വരികയാണ് കേസ് അന്വേഷിക്കാൻ. SITയുടെ പരിമിതികൾ വലിയ ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ, ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്ര ഏജൻസി നേരിട്ട് ഈ കേസിലേക്ക് കടക്കുന്നു. അത് നമുക്ക് സ്ഥിരീകരിക്കാം അല്ലേ? തീർച്ചയായും വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഔദ്യോഗികമായ വിവരം അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും കേന്ദ്ര ഏജൻസി ഇപ്പോൾ ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കാൻ എത്തുന്നു എന്ന ഒരു പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. അതിൽ സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അവരുടെ മറ്റൊരു കാര്യം, ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു 3-4 മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന അതായത് സന്തോഷകരമായ വാർത്ത. അപ്പോഴും കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമങ്ങളിൽ നമുക്കിപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പബ്ലിക് TV തുടങ്ങി കന്നഡയിലുള്ള ഈ തുടക്കത്തിലെ നമ്മളിവിടെ കാണുന്ന ആൾക്കാരാണ്. അവരിപ്പോൾ ഇവിടെ ധൈര്യപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇതൊരു ഭീഷണി നേരിടുന്ന സ്ഥലമാണ്. ഡി ഗാങ്ങിൻ്റെ താവളമാണ്. ആ താവളത്തിലാണ് ഇപ്പോൾ നമുക്ക് മാധ്യമപ്രവർത്തകരെ കാണാം. ഇത്തരത്തിൽ TV5 പബ്ലിക് TV അങ്ങനെ തുടങ്ങിയ ഒരു 4ഓളം കന്നഡ മാധ്യമപ്രവർത്തകർ ചങ്കൂറ്റത്തോടുകൂടി ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മൾ ആദ്യം 9 മണി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വലിയ തോതിൽ മർദ്ദനമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുക, അവരുടെ വാഹനങ്ങൾ തകർക്കുക, അവരുടെ ഉപകരണങ്ങൾ തകർക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലമാണിത്. അവിടെ ചങ്കൂറ്റത്തോടുകൂടി കന്നഡ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 3-4 മാധ്യമപ്രവർത്തകർ എത്തിയിരിക്കുന്നു. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ അന്വേഷണം കടന്നു പോകുന്നു. വലിയ തെളിവുകൾ കണ്ടെത്താൻ മാർക്ക് ചെയ്ത 13 ഈ 13 എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. ആ സ്ഥലത്തെ പരിശോധന നടത്തേണ്ട ഒരു സമയം വരുന്നു. അപ്പോഴാണ് വളരെ നിർണായകമായ നീക്കങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവത്തോടെ ഈ വിഷയം എടുത്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഇന്നലെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള സംഭവം അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്കും കാലിലും കൈക്കും ഒക്കെ ഇവർക്ക് ഇരുമ്പ് ദണ്ട് കൊണ്ടും മറ്റുമൊക്കെ ക്രൂരമായ മർദ്ദനം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേസ് ഇത് തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറുമ്പോൾ ഏത് ആളുകളായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുക? SITയുടെ ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി പുറത്തു വരും. അത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഡി ഗാങ് എന്ന് പറയുന്ന ആ സംഘം തുടക്കത്തിൽ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തിയ സംഘം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ കാണാനില്ലായിരുന്നു. പക്ഷേ ഇന്നലെയാണ് വലിയ തോതിൽ 50 പേരിലധികം വരുന്ന സംഘം ഇരുമ്പ് ദണ്ടും മറ്റുമായി കൂട്ടത്തോടെ വന്ന് മാധ്യമപ്രവർത്തകർ ഇതേ സ്ഥലത്ത് നിന്നും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഈ അന്വേഷണം കടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് SITക്ക്. ആ തെളിവുകളെല്ലാം ഇനി ഒരു പക്ഷേ പുതിയ അന്വേഷണ ഏജൻസി വരുമ്പോൾ അവർക്ക് കൈമാറുമോ? അന്വേഷണം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും? പ്രധാനമായും 14-15 പോയിന്റാണ് പറഞ്ഞാൽ ഇനി പരിശോധിക്കേണ്ടത്. അത് ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അവിടെ കോടതി ഉത്തരവ് ലഭിച്ചിരിക്കുന്നു പരിശോധന നടത്താൻ. ഇന്ന് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 13-ൽ പരിശോധന നടത്താതെ ആ ഭാഗങ്ങളിൽ SIT പരിശോധന നടത്തുമ്പോൾ SIT അന്വേഷണം കൈമാറുന്നതിന് മുമ്പ് കൂടുതൽ കിട്ടുന്ന തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുമോ? എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ വളരെ പ്രധാനപ്പെട്ട 13 പോയിന്റ്. 3 ദിവസമായി ഇവിടെ ഇവിടെ തെരച്ചിൽ നടത്തേണ്ടതെങ്കിലും അത് നീട്ടിവെക്കുന്ന സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് ഇവിടെ പരിശോധന നടത്തിയാൽ മാത്രമേ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കൂ. കാരണം ഇത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ഉയരത്തിൽ മണ്ണിടുന്ന ഒരു സ്ഥലമാണ്. 5 അടിയോ 6 അടിയോ കുഴിച്ചാൽ ആളുകളെ തീർച്ചയായിട്ടും ഞാൻ ബൈജുവിലേക്ക് തന്നെ വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആരോപണ വിധേയനായ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പരിശോധന ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേത് തരത്തിലുള്ള പ്രതിഷേധവും ആക്രമണങ്ങളും ഒക്കെ ആയിരിക്കും ഇന്നുണ്ടാവുക എന്നുകൂടി ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക്